ഗൈസ് ഫസ്റ്റ് വ്ളോഗ് ആണ്. എനിക്ക് എങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരണമെന്ന് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ഹൈ ഗൈസ്, മണി ഇപ്പം വെളുപ്പിന് 4:30 1 മിനിറ്റ് കാണാമല്ലോ. രാവിലെ എൻ്റെ കൂടെ പോകണമെന്നല്ലേ, വേറെ ഒന്നുമല്ല ഗൈസ്. നമ്മളെ കുടുംബത്തിൽ നിന്ന് എല്ലാവരുമായിട്ട് ടൂറ് പോവുകയാണ്. കുടുംബം എന്ന് പറയുമ്പം വല്യമ്മ, അമ്മൂമ്മ, കുഞ്ഞമ്മ, വല്യപ്പയ്യ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടൂറുമായിട്ട് ഏകദേശം 7-8 വർഷത്തിന് ശേഷമാണ് പോണത് കൊല്ലം ശാമ്പ്രാണിക്കുടിയിലാണ് പോണത്. ഒരു ദിവസത്തെ ടൂറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ അങ്ങോട്ടോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഫലിപ്പിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് വ്ളോഗാണ്, അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ കാണും. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ബൈ. അതിൽ കുളിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. നമ്മൾ എവിടെയാണ് പോണത്? അപ്പം എവിടെയാണ് പോണത് പറ. നമ്മൾ പോണ കൊല്ലം ബീച്ചിൽ. എവിടെ? കൊല്ലം മണിയെട്ടി അമ്പലം, ഊനമ്പാറ ക്ഷേത്രം, പിന്നെ ശാമ്പ്രാണിക്കുടി, പിന്നെ കൊല്ലം ബീച്ച്. മെയിൻ അവിടെയാണ്, ശാമ്പ്രാണിക്കുടിയാണ് മെയിൻ. ശാമ്പ്രാണിക്കുടിയല്ലേ? മെയിൻ ശാമ്പ്രാണിക്കുടി. നമ്മളൊക്കെ നല്ല ഉറക്കപ്പിച്ചിരിക്കുകയാണ് കേസ്. മണി 4:30 അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഇതാണ് എൻ്റെ അപ്പൻ. ഉറക്കം എണീറ്റ് ഇരിക്കണോണ്ടാണ് ഇങ്ങനെ ഇരിക്കണ്ട. ഓക്കെ, പൊളിക്കും. അപ്പൻ്റെ ഡാൻസൊക്കെ കാണുന്നത്. അപ്പം ശരി, ഓക്കെ, ബൈ. ഗൈസ്, ഞാൻ ഇങ്ങനെയാണ് പോകണം. ഭയങ്കര സിമ്പിളായിട്ടാണ് പോകണം. അല്ലെങ്കിൽ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്, നിങ്ങൾക്കറിയാമല്ലോ. ടൂറായിട്ട് മാത്രമേ ഇങ്ങനെ പോകണം ഗൈസ്, നല്ല സിമ്പിളായിട്ട്. അപ്പം പിന്നെ പോയിട്ട് വരാം ഗൈസ്. എനിക്ക് ഇവനെ കൊണ്ടുള്ളൂ. ഇനി നമ്മൾ രാവിലെ വരണം തൊട്ട് നൈറ്റ് വരെ ഒറ്റയ്ക്ക് വരിക്കണം. ഡേയ് വാ, വാ പോട്ടാ. അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ പോട്ടാ. ടാറ്റ. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കടിച്ചേക്കണം. റോട്ടി ഇതിനെ എടുത്തോണ്ടെന്നാണ് ഗൈസ്. കിണയാണ് എന്നെ പോലെ, വേറും കിഴങ്ങ്. പോട്ടാ. ടാറ്റ. ഗായ്സ്, നമ്മളിപ്പോ മലയിൽ പോവുകയാണ് ഗായ്സ്. അവൻ്റെ അമ്മ വരാറുണ്ട്, അവൻ്റെ അമ്മ അനിയത്തി വരാറുണ്ട്. ഞാൻ അവരെ കൂടെ തൂക്കിയെടുത്തോണ്ട് പേട്ടയെ പോയി ബാക്കിയുള്ളവരെ തൂക്കിയെടുക്കാം. അപ്പൊ പോയിട്ട് വരാം ഗായ്സ്. ബൈ. ഗായ്സ്, ഇതാണ് സൂരജിന് അനിയത്തിയാണ്. എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് കണ്ട് കളിച്ചത്. സൂര്യ ഒരു ഹായോട്. സൂര്യ ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് പറയട്ടെ സൂര്യ. പിന്നെ ഇടിക്കോ? ഓക്കെ, ബൈ. നമ്മളെ കുടുംബക്കാരായിട്ട് പറയണമല്ല, ഭയങ്കര കൃത്യനിഷ്ഠയായതുകൊണ്ട് വെളുപ്പിന് 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞാലും ഇറങ്ങി വരില്ല. 9 മണിയെങ്കിലും ആവണം. അതാണ് നമ്മളെ കുടുംബക്കാർ. കൃത്യനിഷ്ഠ. എന്തൊരു മൊണ്ടിടാന് പറഞ്ഞു. അടുത്ത ടൈം ഗൈസ്, ഇതാണ് ഞാൻ +1 +2 പഠിച്ച സ്കൂള്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ +1 +2 പഠിച്ച സ്കൂള്. ഈ മൊണ്ടി കണക്കിരുന്ന നേരം മൊണ്ടി അടുപ്പിച്ചത് ഫ്രണ്ട്സിലെ മാനേജറാണ് ഗൈസ്. അവൻ അന്ന് പിന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് സീറ്റൊക്കെ കൊടുക്കേണ്ടി വരും. കുഞ്ഞുമാമൻ അഴിക്ക കുടുംബം തങ്കപ്പനേക്കാ മോശം. രായി പറ
ഗൈസ് ഇതാണ് എൻ്റെ ഫാമിലി, ഫുൾ കച്ചറ. ഗൈസ് അങ്ങനെ നമ്മളിവിടെ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രാളി ക്ഷേത്രത്തിനവിടെ എത്തിയിരിക്കുകയായിരുന്നു. എവിടെ എവിടെ അവിടെ പോവാം. ഗൈസ് നമ്മളിവിടെ ചെറിയ കൂനമ്പായിക്കുളം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണുള്ളത്. ഇവരിവിടെ രാവിലെ കഞ്ഞിയൊക്കെ കൊടുക്കും. 8 മണിയൊക്കെ ആകുമ്പോഴേ കൊടുത്തു തുടങ്ങും രാവിലെ. വിശന്നൊക്കെ ഇറങ്ങിയിരുന്ന ഗൈസ് ഇതിപ്പോൾ ഒരു ആശ്വാസമായി. കൊള്ളാമോടാ, കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റുണ്ട്. കഞ്ഞി വിളച്ചേറ് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ പിന്നെ കഴിച്ചിട്ടാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ കൊല്ലം ആ കോവിലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പുറത്താണ് കോവിൽ. ഇവിടുന്ന് വെള്ളത്തിൽ ബോട്ടിൽ പോകാനേ പറ്റത്തുള്ളൂ, ഇല്ലടാ? അതെ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പുറത്താണ് കോവിൽ കണ്ടോ ഗൈസ്. ഇതാണ് മണിയട്ടം ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ കയറി ഗൈസ്. എന്തോ വെള്ളത്തിൽ കയറി ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളിവിടെ ശാമ്പ്രാണിക്കുടിയിൽ എത്തിയിരിക്കുകയാണ്. നൈസ് സ്പോട്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ ശാമ്പ്രാണിക്കുടിയിലാണ് നിൽക്കുന്നത്. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇത് കണ്ട, ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വെള്ളത്തിലൊക്കെ കളിക്കാം. വന്നവർക്കറിയാം, വരണം ഗൈസ്. നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയില്ല. ഞാൻ ഇപ്പം അങ്ങോട്ട് പോയ സമയത്ത് ഫോണൊന്നും കൊണ്ടുപോയില്ല, കാരണം പോയി കഴിഞ്ഞാൽ അറിയാം നല്ല വെള്ളം ഫുള്ളുമായി ഫോണൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ വ്ളോഗ് എടുക്കുകയാണ്. വേറെ ഒന്നുമില്ല ഗൈസ്, ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരണമെന്ന് എങ്ങനെയൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിവിടെ വരണം, ശാമ്പ്രാണിക്കുടിയിൽ വരണം. ഇവിടെ ബോട്ടിന് പോണ ടിക്കറ്റിന് 150 രൂപ ഉള്ളൂ. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിൽ പോയി അപ്പുറത്ത് ഇറക്കും. അവിടെ കിടന്ന് ഫുള്ള് വെള്ളത്തിൽ വെള്ളത്തിൽ കളിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇത് ഈ കണ്ണാടിയില്ലേ, ഈ കണ്ണാടി എൻ്റെ ഒരു ഫോളോവർ തന്നാണ് ഗൈസ്. അത് ഇവിടെ കട ഇട്ടേക്കണ ഒരു ചേച്ചി, ഒരു നല്ല സ്നേഹമാണ് കേട്ടോ. എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫോളോവർ തന്നെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗൈസ്. വ്ളോഗ് ഇതോടെ തീർന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകും. ഇവിടത്തപ്പം ഒരു നൈറ്റ് 10 മണിക്കാവും തോന്നുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ. വേറെ ഒന്നുമില്ല. എനിക്ക് ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ പറയണം, എങ്ങനെ പറഞ്ഞ് വലിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അതുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, ബൈ.